ഹായ് വെൽക്കം ടു സ്വപ്നാസ് ഫുഡ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു സ്വീറ്റ് ചപ്പാത്തി. സ്വീറ്റ് ചപ്പാത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണോ, നമ്മൾ എന്നും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് കറി ഉണ്ടാക്കണം, അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല, വെറുതെ കഴിക്കാം, നല്ല സ്വാദാണ്. മെയിനായിട്ട് നമുക്ക് ടിഫിനായത് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തേക്കാം, കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാൻ. അതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഈ സ്പെഷ്യൽ സ്വീറ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് ചപ്പാത്തി കുഴച്ചെടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം അല്ല, കറക്റ്റ് മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അളവിനനുസരിച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ പറയണം കേട്ടോ. ഇതിലേക്ക് കുറച്ച്, ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ഇത്തിരി, അതായത് ഏകദേശം 1 ടീസ്പൂൺ മതിയാവും ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ വേണ്ട, 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ചപ്പാത്തി കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴയ്ക്കാനുള്ള സൗകര്യത്തിന് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇനി ഒരു 10-15 മിനിറ്റ് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി കുറച്ച് സോഫ്റ്റ് ആവും. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് പനീർ പറാത്ത ഇട്ട സമയത്ത്, പനീർ പറാത്ത കാണാത്തവരെ കാണും, കുറച്ച് ഇതുപോലെ വെറൈറ്റി പറാത്താസ്. ഇത് ആക്ച്വലി പറാത്ത അല്ല, പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വീറ്റ് പറാത്ത എന്ന് നമുക്ക് പറയാം. അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണിത്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും സ്നാക്സ് ആയിട്ട് കൊടുത്തയക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു. പിന്നെ വളരെ ഈസിയാണ്, നമുക്ക് കറിയൊന്നും വേണ്ടല്ലോ, സുഖമല്ലേ. അപ്പം ഞാനിതൊരു 15 മിനിറ്റ് ഒന്ന് എന്തെങ്കിലും ഒരു ടവലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മൂടി വെക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ എത്രയും നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു മുറി തേങ്ങയുണ്ട്. അപ്പോൾ ഇത് കുറച്ച് അളവേ ഉള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവ് എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മധുരം നിങ്ങൾക്ക് എത്ര വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പഞ്ചസാര. ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഈ തേങ്ങയുടെ കൂടെ മിക്സ് ചെയ്യാം. ഇത് പഞ്ചസാര നിങ്ങൾക്ക് ഹെൽത്തി അല്ല എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര യൂസ് ചെയ്യാം. ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ടിടണം, പക്ഷെ ഇതിൽ ചെറുതായി ചീവി ഇടില്ലേ, അതുപോലെ ഇടണം. ഇപ്പോൾ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പഞ്ചസാര ഇടുമ്പോൾ എന്താ വെച്ചാൽ അതിങ്ങനെ ചുട്ടെടുക്കുമ്പോൾ ചെറുതായിട്ടൊരു കാരമലൈസ് ആവും. ആ ഒരു ടേസ്റ്റ് ഭയങ്കരമാണ്. അപ്പോൾ അതിഷ്ടമുള്ളവർക്ക് പഞ്ചസാര ആഡ് ചെയ്യാവും നല്ലത്. ഇപ്പോൾ 15 മിനിറ്റ്സ് ആയി. ഇത് ഞാൻ ഇനി പരത്തിയെടുക്കാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് 15 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒന്നും കൂടെ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. ഇനി ഇതുപോലെ നമുക്കൊരു ബോൾസ് ആക്കിയിട്ട് നമുക്ക് സാധാരണ നമ്മൾ ചപ്പാത്തി വരത്തില്ലേ, അതുപോലെ തന്നെ. ഞാൻ പറഞ്ഞ പോലെ ഷേപ്പ് ഒന്നൊരു വിഷയമല്ല. സ്ക്വയറിൽ പരത്തുക, കുറച്ച് നീളത്തിൽ പരത്തിയെടുക്കാം. കാരണം ഞാനിത് 4ആയിട്ട് മടക്കുന്ന ആ രീതിയിലാണ് ഞാനിത് കാണിച്ചു തരുന്നത്. 2 തരത്തിലുണ്ടാക്കാം. ഞാൻ പറാത്ത ഉണ്ടാക്കിയ പോലെ തന്നെ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ചിട്ട് പിന്നെ ഉരുട്ടിയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ ഉണ്ടാക്കാം. അപ്പം ഞാനിതുപോലെ പരത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ തേങ്ങ ചിരകിയതും പഞ്ചസാരയും കൂടിയിട്ടുള്ള ഫില്ലിംഗ് ഇല്ലേ, അത് നടുവിലൊന്ന് വെച്ച് കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇനി ഇതെല്ലാം കൂടെ ഉരുട്ടിയെടുത്തിട്ട് പിന്നെ ഒന്ന് ഉരുട്ടിയിട്ട് പരത്തിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു ചപ്പാത്തിയും കൂടെ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് എടുക്കാം കട്ടിയിൽ. അപ്പം അത്ര കട്ടിയേക്കാളും കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു നന്നാവുക നമ്മൾ ഒറ്റതായിട്ട് പരത്തുമ്പോഴാണ്. അതായത് ഞാനിപ്പോൾ അന്ന് പനീർ പറാത്ത ഉണ്ടാക്കി അതേ രീതിയിൽ, അതാണ് ഏറ്റവും എളുപ്പം എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ പിന്നെ ആ രീതിയിൽ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ മടക്കാം, എന്നിട്ട് പരത്തിയെടുക്കാം. സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇത് പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം പ്രസ് ചെയ്ത് കൊടുക്കരുത്. കാരണം അപ്പോൾ പിന്നെ പഞ്ചസാരയൊക്കെ മുകളിലേക്ക് വരും. ചെറുതായിട്ട്
അതായത് നമ്മൾ ബലം കൊടുക്കാതെ പ്രസ് ചെയ്യുക, അതായത് നമ്മൾ ബലം കൊടുക്കാതെ പരത്തിയെടുക്കുക. മധുര ചപ്പാത്തി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇപ്പം കണ്ടോ, ഈ ഒരു ഇതിൽ പരത്തിയെടുക്കുക കേട്ടോ. കുറച്ചും കൂടെ നീളം വെപ്പിക്കാം, കാരണം ഇതിപ്പോൾ കുറച്ച് കട്ടിയുണ്ട്. നൈസായി പരത്തുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ചും കൂടെ പറാത്ത പോലെ അത്ര കട്ടി വേണ്ട. മാക്സിമം എത്രത്തോളം നൈസാക്കാൻ പറ്റുന്നോ അത്രയും നൈസാക്കിയിട്ട് പരത്തുന്നുണ്ട് ഞാൻ. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആവും കേട്ടോ. ഉണ്ടോ, ഇത്രയും മാക്സിമം വലുപ്പത്തിൽ പരത്തിയിട്ടുണ്ട്. ഇത് മതി, ഇപ്പോൾ ഒരുവിധമൊക്കെ നൈസായിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പം ഞാനിതാ ചപ്പാത്തി മാക്സിമം വലുതാക്കി നൈസായിട്ട് പരത്തിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ വരും. ഇതിപ്പോൾ സ്ക്വയർ ഷേപ്പ് കറക്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പം ഇത് ഞാൻ ക്യാമറ ഫ്രണ്ടിലല്ല, അതുകൊണ്ടാണ് നമുക്കിത് ചെരിഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നത്. നമ്മൾ പറാത്ത ഉണ്ടാക്കി അതേ മെത്തേഡിൽ തന്നെ 2 സൈഡും നമ്മൾ ഒന്ന് ചുട്ടെടുക്കുക, ഗോൾഡൻ കളർ ആവുന്നത് വരെ. നന്നായിട്ട് നെയ്യ് പറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ പറ്റുക, കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ എപ്പോഴും. ഒരു സൈഡ് ഞാൻ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നമ്മൾ കുറച്ച്, ഞാനിവിടെ നെയ്യാണ് അപ്ലൈ ചെയ്യണത്, നിങ്ങൾക്ക് എണ്ണയോ എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പറഞ്ഞ പോലെ ഇതൊന്ന് കാരമലൈസ് ആവും, ഷുഗർ അല്ലേ, അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു സൈഡ് മറ്റേ സൈഡും ആയിട്ടുണ്ട്. ഇനി അവിടെയും കൂടെ നമുക്കൊന്ന് ഇത് പരത്തി കൊടുക്കാം, നെയ്യ് പരത്തി കൊടുക്കാം. എന്നും ഒരേ തരത്തിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ചപ്പാത്തി. ഉണ്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത് കാരമലൈസ് ആയിട്ടുള്ള ആ ഒരു കളറാണ് കേട്ടോ, ഷുഗർ. നല്ലൊരു മണം വരുന്നുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റും ഇത് കഴിച്ചാൽ. പരത്തി നന്നായി തിന്നായി പരത്തണം എന്ന് പറയുന്നത് എല്ലാ ഭാഗവും, പ്രത്യേകിച്ച് സൈഡൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടോ, നമ്മുടെ അടിപൊളി ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇതുപോലെ എല്ലാതും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ചപ്പാത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി വെക്കൂട്ടോ. അത്ര എളുപ്പമുള്ള ഒരു സംഭവമാണ്, പക്ഷേ ടേസ്റ്റ് കിടിലനാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, ഒരു ലൈക്ക് തരാനും മറക്കരുത്. ബൈ.